ഇത് നമ്മൾ ശ്രദ്ധിച്ചതുകൊണ്ട് ശ്രദ്ധയിൽപ്പെട്ടതാണ്. ഇത് അനാവശ്യമായൊരു പ്രചരണം ഈ സിനിമയ്ക്ക് ഈ ട്രോളുകൾ വഴി കിട്ടിയോ? ആളുകൾ ഇതിനെക്കുറിച്ച് കൂടുതൽ ചർച്ച ചെയ്യുമ്പോൾ ഈ സിനിമ കൂടുതൽ ആളുകളിലേക്ക് എത്തുകയാണോ ചെയ്തത്? ഫലത്തിൽ എതിർക്കാൻ ശ്രമിച്ചവർ ഇതിനെ പ്രോത്സാഹിപ്പിക്കുന്ന രീതിയാണോ ഉണ്ടായത്? അല്ലല്ലോ, നമ്മുടെ കേരളത്തിനെ സംബന്ധിച്ചിട്ട് കേരളത്തിനെ എങ്ങനെ അപകീർത്തിപ്പെടുത്താം എന്ന് വിചാരിക്കുന്ന ഒരു കൂട്ടം നമുക്കെതിരെ പ്രവർത്തിക്കുന്നുണ്ടല്ലോ. അത് എത്രയോ നാളുകളെ നടക്കുന്ന ഒരു കാര്യമാണ്. അവർ ഏതെല്ലാം രീതി നോക്കിയിട്ടും കേരളത്തിനെ ഒന്ന് കയ്യിൽ പിടിയിൽ ഒതുക്കാൻ അവർക്ക് പറ്റുന്നില്ല. അതാണ് കേരളത്തിലെ സാംസ്കാരിക തനിമ. പ്രബുദ്ധരായ മലയാളികള് ഇതൊന്നും കണ്ട് വിരണ്ടു പോകത്തൊന്നുമില്ല. അവർക്ക് ഇങ്ങനെയുള്ള സിനിമകളൊക്കെ ഉണ്ടാക്കി അത് മറ്റുള്ള ഭാഷകളിൽ കാണിക്കാമായിരിക്കും. കേരളം ഇങ്ങനെയാണ്, മോശമാണ്, ഇവിടെ ഈ മതങ്ങൾ തമ്മിലുള്ള പ്രശ്നങ്ങൾ അല്ലെ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നടക്കുന്നുണ്ടെന്ന് കേരളത്തിനെ അപകീർത്തിപ്പെടുത്താൻ വേണ്ടി ഉപയോഗിക്കാമെന്നുള്ളതല്ലാതെ കേരളീയർക്ക് ഇതൊന്നും സംഭവിക്കില്ല. പിന്നെ ഇങ്ങനെയുള്ള സിനിമകൾ ഇറങ്ങുന്നുണ്ടെന്നുള്ള കാര്യം മലയാളികൾ അറിയുന്നത് കൊണ്ട് മലയാളികൾക്കും അറിയാം നമുക്ക് ശത്രുക്കൾ ഏറെയാണെന്ന്. അതുകൊണ്ട് മലയാളികൾ ഒന്നടങ്കം ഒറ്റക്കെട്ടായിട്ട് നിന്ന് ഇതുപോലുള്ള കാര്യങ്ങളെ സാംസ്കാരിക തനിമയോടെ എതിർക്കുകയാണ് ചെയ്യേണ്ടത്. അതുകൊണ്ട് ഈ ചർച്ച എന്ന് പറയുന്നത് വളരെ ഫലപ്രദമായ ഒരു കാര്യമാണ്. അല്ലെങ്കിൽ ഞാനും ഈ കാര്യം അറിയില്ലായിരുന്നു. ഇപ്പോഴത്തെ ഈ ചർച്ച കാണുമ്പോൾ ഞാൻ അറിയുന്നത് ഈ സാധനം പിന്നെ ഈ അടുത്ത വേഷം അവർ തയ്യാറാക്കി കൊണ്ടുവരുന്നുണ്ടെന്നുള്ള കാര്യം. ഇതുകൊണ്ടൊന്നും ഒരു കാര്യമില്ല. കേരളത്തിലെ നമ്മൾ എന്തെല്ലാം കണ്ടു. ആദ്യത്തെ സിനിമ ഇറങ്ങിയ കാലത്ത് വിഗതകുമാരൻ ഇറക്കിയ സമയത്ത് അവിടെ ആ സിനിമയിൽ അഭിനയിച്ച ഒരു ദളിത് യുവതിയാണെന്ന് പറഞ്ഞിട്ട് അവരെ നാട്ടിൽ നിന്ന് ഓടിക്കുക, തിയേറ്റർ കത്തിക്കുകയും ചെയ്ത ചരിത്രമുള്ള കാര്യമല്ലേ മലയാളത്തിലുള്ളത്. എന്നിട്ട് എന്തെങ്കിലും സംഭവിച്ചോ? കേരളം മുന്നോട്ടല്ലേ പോയുള്ളൂ. കേരളം മുന്നോട്ടേ പോവുള്ളൂ. കേരളത്തിന്റെ ശത്രുക്കളാണ് കേരള സ്റ്റോറി ഉണ്ടാക്കുന്നത്. അത് കേരള സ്റ്റോറി അല്ല, കേരളത്തിനെ അപകീർത്തിപ്പെടുത്താൻ വേണ്ടി ഉണ്ടാക്കുന്ന സ്റ്റോറിയാണെന്നും അത് മനഃപൂർവ്വം ചെയ്യുന്നതാണെന്നും അതുകൊണ്ടൊന്നും കേരളീയർ അവരുടെ വിലയിലൊന്നും വീഴത്തില്ലെന്നും കേരളം മുന്നോട്ട് പോകുന്നു, കേരളത്തിനെ അവർക്ക് ഒരിക്കലും അടിമപ്പെടുത്താൻ കഴിയില്ല എന്നുള്ള ബോധം അവർക്ക് ഇനി ഉണ്ടായി തീരുക എന്നുള്ളതാണ് കാര്യം. അതിന് മലയാളികളല്ല, ഇപ്പൊ പറഞ്ഞ സഹോദരിമാരുൾപ്പെടെയുള്ള മലയാളികള് ഒന്നടങ്കം ഒറ്റക്കെട്ടായി നിന്നു കഴിഞ്ഞാൽ ഒരു കേരള സ്റ്റോറിയും പോകത്തില്ല. അതാണ് കാര്യം. ഓക്കെ, വ്യക്തമാണ് താങ്കളുടെ അഭിപ്രായം.